ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സുനി വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ട്രിപ്പ് പോവുകയാണ്. പൊന്മുടിയിലേക്കാണ് പോകുന്നത്. കുറേ നാളത്തെ ആഗ്രഹമാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് പോകാം. ഇതെൻ്റെ അനിയത്തിയാണ്. അവളെ ഹസ്ബൻഡും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. ഏകദേശം ഇപ്പോൾ 1:30 മണിയൊക്കെ ആയി. അപ്പം നമ്മൾ 2 മണിക്ക് ഇറങ്ങാനാണ് ഇരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയെന്ന് വെച്ചാൽ മുമ്പ് ഇതുപോലെ പോയിട്ട് പകുതിക്ക് വെച്ച് തിരിച്ചു വന്നു. അന്ന് ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് വന്നത്. അപ്പോൾ അവിടെ നിന്നൊരു 60 കിലോമീറ്റർ ഉണ്ട്, ഒരു വൺ സൈഡ് തന്നെ. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നത്. ഒരു 30 കിലോമീറ്ററൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്ന് അകത്ത് കയറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അന്ന് ആ ചെക്ക് പോസ്റ്റ് വരെയുള്ള സ്ഥലത്തെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ചെക്കിങ് ഏരിയയിലെത്തി. ഇവിടെ നിന്ന് പാസ്സുണ്ട്. ഈ പാസ് 4 മണി വരെ ഉള്ളൂ. മുമ്പ് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ 5 മണി അടുപ്പിച്ചാവാറ്. അന്ന് നമുക്കത്ര കൃത്യമായിട്ട് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പാസ്സൊക്കെ മേടിച്ചു. അവിടെ എല്ലാം വരുന്ന വണ്ടിയെല്ലാം അവിടെ തന്നെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പാസ് മേടിച്ച ശേഷം വീണ്ടും ഉള്ളിലോട്ട് പോയി. ഇനി അടുത്ത ഒരു ചെക്കിങ് ഏരിയയും കൂടെ ഉണ്ട്. അവിടെ നമ്മൾ ഈ പാസ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് പോവാം. ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. പക്ഷെ നമ്മൾ അന്ന് വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ശകലം ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ല വെയിലായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത ചെക്കിങ് ഏരിയയിലെത്തി. അവിടെ പാസ് കാണിച്ചു. പിന്നെ അവർ വണ്ടി നമ്പരും മൊബൈൽ നമ്പരൊക്കെ നോട്ട് ചെയ്യും. അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഉള്ളിലേക്ക് പോയി. അനിയൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ എത്തി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സൈഡാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞ ആൾ ഇതാണ്, തമ്പുരുവായിരുന്നു. തമ്പുരും കൂടെ ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ മോളാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂട്ടായിട്ട് കളിക്കാൻ ഒരാളായി. അങ്ങനെ ഞങ്ങൾ നേരത്തെ ഒരു 4 മണിക്ക് മുമ്പേ എത്തിയതുകൊണ്ട് ഒരു ചായ കുടിച്ചിട്ട് കയറാമെന്ന് കരുതിയിട്ട് നമ്മൾ ചായ കുടിക്കുന്നതിൻ്റെ അതിൻ്റെ തൊട്ടടുത്ത് ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ പോയി ചായ കുടിക്കാൻ പോയി. അപ്പോഴാണ് ഒരു ബസ് വരുന്നത് ശ്രദ്ധിച്ചത്. അപ്പോൾ ഞാൻ പൊന്മുടി ബോർഡിൻ്റെ ബസ്സായിരിക്കും എന്ന് എഴുതി. പക്ഷേ ബസ്സിൽ ഉല്ലാസയാത്ര എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയത്തില്ല, എന്തോ ബുക്ക് ചെയ്തിട്ടൊക്കെ വരുന്നതായിരിക്കും. അങ്ങനെ അതും കണ്ട് നേരെ നമ്മൾ ചായ കുടിക്കാൻ പോയി. ചായ കുടിക്കാൻ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഫസ്റ്റ് മറ്റേ തൈലമൊക്കെ കൊടുക്കുന്ന സ്ഥലത്താണ് കയറി ചെന്നത്. പിന്നെ അവിടെ നിന്ന് മാറി ഇപ്പുറത്ത് കോഫി ഷോപ്പിൽ കയറി ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ നേരെ ടോപ്പിലേക്ക് വെച്ച് നടന്നു. ഇനി നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടെ കാണാൻ. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. പിന്നെ അത്യാവശ്യം വെയിലും ഉണ്ട്. പിന്നെ അതുമാണെങ്കിൽ ഭയങ്കര ഓട്ടമൊക്കെ ആയതുകൊണ്ട് ചേട്ടായി പിന്നെ അവനെ കയ്യിലെടുത്തായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളിനി ടോപ്പിലോട്ടാണ് പോകുന്നത്. ടോപ്പിൽ അങ്ങ് ഏറ്റവും മുകളിൽ പോകുന്നില്ല, കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അവർ ഭയങ്കര ഓട്ടം. അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞിട്ട് അവർ കയ്യിലിരിക്കത്തുമില്ല. പിന്നെ അതുകൊണ്ടിട്ട് നമ്മൾ താഴെ തന്നെ നിൽക്കുമായിരുന്നു. പിന്നെ അവിടെ തമ്പുരും അതും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തണുപ്പ് അധികമൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരു 5 മണി അടുപ്പിച്ചാവുന്നതേ ഉള്ളൂ. അപ്പം അവർ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരുടേതായ ലോകത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തണുപ്പിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പോൾ കാലാവസ്ഥയൊക്കെ മാറി വന്നതുകൊണ്ട് തണുപ്പില്ലായിരുന്നു. പിന്നെ ചെറുതായിട്ട് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. എന്നാലും ഞങ്ങൾ തണുപ്പ് വരുന്നവരെ അവിടെ നിന്നില്ല. കാരണം കുഞ്ഞുങ്ങൾക്ക് വയ്യാതെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കരുതി അത് കൂട്ടാൻ നിൽക്കേണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. അങ്ങനെ നേരെ പാർക്കിംഗ് ഏരിയയിൽ വന്ന് അവർ വണ്ടിയെടുത്ത് പോയി. ഞങ്ങളും പുറകെ വണ്ടിയൊക്കെ എടുത്ത് പോയി. അപ്പം കണ്ടോ, അത്യാവശ്യം മഞ്ഞ് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.